അല്ലാ, അല്ലാ. വീണത് സുഖമായിരുന്നു. എന്റെ ഉമ്മയുടെ ഒടുക്കത്തെ തിരുമാണ് സഹിക്കാൻ വയ്യാത്തത്. കള്ളം പറയുന്നോണ്ടാണ്ടാ എനക്ക് വേദനക്കണത്. ഞമ്മക്കറിയാജ് വീണതല്ലെന്ന്. അല്ലാ. ഞാൻ എന്തെങ്കിലും ഉമ്മയുടെ കള്ളം പറഞ്ഞിട്ടുണ്ടാ? ഇപ്പൊ പറഞ്ഞില്ലേ? പ്ലാവേന്ന് വീണ് മയ്യത്തായ എന്റെ വാപ്പായാണ് സത്യം. ഇത് വീണതാണ് ഉമ്മ. ഒറ്റത്തായ എന്റെ ബാപ്പാനെ ഇടങ്ങറാക്കാണ്ട് ഒട്ടങ്ങി കട്ടക്കട പെട്ടാലേ അവിടെ. നമ്മള് കോയമ്പ് ലേസം കൂടെ എടുക്കട്ടെ. അവിടെ കിടക്ക്. ഒന്നുള്ളും കോലക്കോണ്ട് അടിക്കാണെന്നാണ് പറമാണം. അത് ചച്ചാത്തേന്റെ കൊയപ്പാടത്തൊക്കെ. എന്തേ പറ്റിയത്? കരച്ചില് കേട്ടപ്പോ ഞാൻ ഓടി വന്നതാ. മോട്ടോർ ബൈക്ക് ഓടിക്കുമ്പോ റുക്കിയ പുറകിലിരിക്കുകയാണെന്ന് തോന്നി. അറിയാണ്ട് കെട്ടിപ്പിടിച്ചപ്പോ ഞാനും ബൈക്കും കൂടി തലേ കുത്തി വീണു. എന്തിനാ വേണ്ടാത്ത സമയത്തൊക്കെ എന്നെ ഇങ്ങനെ ഓർക്കണത്? ഓർത്തത് കൊണ്ട് വീണതുകൊണ്ട് വേദനിച്ച്. ആ വേദന നീ തിരുമ്മി തന്നാ മാറും. ഒന്ന് തിരുമ്മിത്താ എന്റെ റുക്കിയ. അയ്യോ, ബാപ്പ വീട്ടിലുണ്ട്. ബാപ്പ വേണ്ട, നീ തിരുമ്മി തന്നാ മതി. അതല്ല, ആരും കാണാണ്ട ഞാൻ ഓടി വന്നത്. ഒന്ന് തിരുമ്മിത്താ എന്റെ ചെയ്താനെ. തിരുമ. ആഹാ, ആഹാ, ഇപ്പൊ സുഖം തോന്നുന്നുണ്ട് കേട്ടാ. നല്ല സുഖം. എന്താണ് നിർത്തിയേ? തിരുമ പിണക്ക. നിന്റെ വിരലെന്താണ് ഉണക്കമത്തി പോലെ ഇരിക്കണത്? ഇപ്പൊ ശരിയായിമ്മ. ചായ. ഇന്ന് ജോലിക്ക് പോയില്ലേ? അതൊരു ചെറിയ ജോലിയാണ്. മടി തോന്നുമ്പോ ലീവ് എടുക്കും. ഗോൾഡ് മെഡലൊക്കെ കിട്ടിയെന്നേ ഉള്ളൂ. നല്ല ജോലിയൊന്നും ആയിട്ടില്ല. എന്താ ഒരു പരുക്ക്? ഓ, ഇത് ഒന്ന് വീണു. നമ്മുടെ പരാതി ഗുണം ചെയ്തെന്നാ തോന്നുന്നത്. ഒന്ന് ചൂട് പിടിച്ച ലക്ഷണം കാണുന്നുണ്ട്. നല്ല കസേര അച്ഛന്റെ. അച്ഛനും ഇരിക്കാറുണ്ട്. എന്നാലും അച്ഛന് തനിച്ചൊരു മുറിയുണ്ട്. അതിനകത്തൊരു പഴയ കസേരയുണ്ട്. അതാ അച്ഛന് കൂടുതൽ ഇഷ്ടം. എങ്കിൽ ഈ ചായ ഞാൻ ആ കസേരയിൽ ഇരുന്ന് കഴിക്കാം. എന്താ വിരോധമുണ്ടോ? ഏയ്, ഒരു വിരോധമില്ല. വരൂ. എല്ലാം അങ്ങനെ തന്നെ കിടക്കുക. ഞാൻ എന്നും തുടച്ചു വെക്കും. നല്ല അടുക്കും ചിട്ടയുള്ള ആളായിരുന്നു കുമാരേട്ടൻ അല്ലേ? മെയ് 7 എന്താ ദിവസമുള്ള പ്രത്യേകത? അച്ഛനെ അന്നാണ് നിങ്ങൾ ആശുപത്രിയിലാക്കിയത്. അച്ഛൻ ഡയറി എഴുതാറുണ്ടായിരുന്നല്ലേ? നല്ല കൈയക്ഷരം. ഇതൊക്കെ സൂക്ഷിച്ചു വെക്കണം ഒരു ഓർമ്മയ്ക്ക്. അല്ല, ഇതൊന്നും ഇല്ലാതെ തന്നെ ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ടെന്നറിയാം. എന്നാലും കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഇതൊന്ന് സൂക്ഷിച്ചോട്ടെ. ചായ തണുക്കും. ശരിയാ, തണുത്തു. അന്ന് അച്ഛൻ എവിടെ പോയതായിരുന്നു? കോടതിയിലേക്ക്. അന്ന് അച്ഛനൊരു കേസുണ്ടായിരുന്നു. ഇന്നാണ് സാക്ഷി വിസ്താരം. ഈ കേസ് തള്ളും. സാക്ഷി എന്ന് പറയുന്ന എന്റെ വേഷം എന്താണ് ഈശ്വര? ഇതുവരെ 7 ഭീഷണികൾ ഫോണിലൂടെ വന്നു. 8ാമത്തേനായി ഞാൻ കാത്തിരിക്കുന്നു. ഇവിടെ ഫോണുണ്ടോ? എടുക്കണ്ട. അച്ഛനോട് ദേഷ്യമുള്ള ആരോ വെറുതെ വിളിക്കുക. ഏത് കഴിവേറി മക്കൾ അവിടെ ഫോൺ എടുത്തത്? കുമാരന്റെ ശല്യം തീർന്നല്ലോ. നാട് നന്നാക്കാൻ ജനിച്ച അവതാരം. ആരാത്? ബഹളം വെക്കണ്ട. എനിക്ക് നിങ്ങളെ മനസ്സിലായി. ഞാൻ അങ്ങോട്ട് വരാം. കുമാരൻ is here. ഇത് ഞാൻ എടുക്കുന്നു. തിരിച്ചു തരാം. ഞാൻ കുമാരൻ, ഇല്ലിപ്പനത്ത് നാരായണൻ മകൻ കുമാരൻ, ഒരനാവശ്യ പത്രപ്രവർത്തകൻ. ഞാൻ വിജയ് മേനോൻ, ക്യാപ്റ്റൻ വിജയ് മേനോൻ. വെരി ഗ്ലാഡ് ടു മീറ്റ് യു മൈ ഡിയർ ബ്രദർ.
ഇന്ന് മെയ് 5. ശ്രീദേവിയുടെ കമ്പ്യൂട്ടർ കോഴ്സിൻ്റെ ഫീസ് കിട്ടണം. പണമില്ലെന്ന് അവളോട് എങ്ങനെ പറയും? തൽക്കാലം വാച്ച് വയ്ക്കാം. പണം ഉണ്ടാകുമ്പോൾ പുതിയതെന്ന് വാങ്ങാം. മഠത്തിലേക്ക് കത്തയച്ചിട്ട് 1 മാസം കഴിഞ്ഞു. മോൾ എന്ത് കരുതുവാവോ? ഒരു ഇല്ലൻ്റിൽ ഇന്ന് തന്നെ എഴുതണം. പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. കുമാരേട്ടൻ. ഈശ്വര, അതീ കത്തായിരുന്നു. കുമാരേട്ടൻ ഒരു മകളല്ലേ ഉള്ളൂ? ഇന്നത്തെ എൻ്റെ സാക്ഷി വിസ്താരം വെറും ഒരു പ്രഹസനമായിരിക്കും. എൻ്റെ മൊഴികളിലെ സത്യം ഒരു ഹാസ്യകഥ പോലെ ഇന്നും നീതിപീഠം കേൾക്കും. താമസിയാതെ എന്നെ ആരെങ്കിലും കൊന്നെന്നിരിക്കും. How does he know that? പലതും അനുഭവിച്ച് മനസ്സ് മരവിച്ചു പോയിരിക്കുന്നു. 18 വർഷം മുമ്പല്ലേ ഇതേ ആൾക്കാരുടെ മറ്റൊരു കേസിന് വേണ്ടി ഞാൻ ഇതേ കോടതിയിലെത്തിയത്. ഏത് കേസും തേച്ചു മാച്ചു കളയുവാൻ ശക്തരായ ഇവരുടെ പിൻബലമുള്ള ആർക്കും ഈ നാട്ടിൽ എന്തും ചെയ്യാം. ആ കേസിന് ഒരേ ഒരു സാക്ഷിയേ ഉണ്ടായിരുന്നുള്ളൂ. ഇല്ലിപ്പനത്ത് നാരായണൻ മകൻ കുമാരൻ എന്ന ഈ 1-ാം സാക്ഷി. കാരണം ഈ സാക്ഷി മാത്രമേ അവരുടെ ആ പൈശാചിക കൃത്യം അന്ന് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിരുന്നുള്ളൂ. ഇന്നേക്ക് 18 വർഷം തികയുന്നു. ഇതേ മാസം ഇതേ ദിവസം തെന്മലയിൽ ഒരു മീറ്റിങ്ങിന് പോയി തിരിച്ചു വരുന്ന സമയം രാത്രി വളരെ വൈകിയിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞപ്പോഴാ അന്ന് ശ്രീദേവി മോളുടെ 5-ാം പിറന്നാളാണെന്ന് ഓർത്തത്. അതുകൊണ്ടൊന്ന് മിനിങ്ങിയപ്പോൾ തോന്നി രാത്രിയാണെങ്കിൽ സാരമില്ല, 4-5 പള്ളൊന്ന് നടക്കാം. മനുഷ്യൻ പണ്ടൊക്കെ കാട്ടിലല്ലേ വളർന്നത്, ടൗണും സിറ്റിയൊക്കെ പിന്നല്ലേ വന്നത്. അബദ്ധമെന്നാ തോന്നുന്നത്. ഈ സ്ഥലം അത്ര നന്നല്ല. കള്ളു കുടിച്ച മനുഷ്യന്മാർ കാണിക്കുന്ന ഓരോ നട്ടപ്രാന്തി. ഒരു ലോറി പോലും കാണാനില്ലല്ലോ. അതാരാ നിലവിളിച്ചത്? എന്നാ അതൊന്നും അറിഞ്ഞിട്ടേ ഉള്ളൂ. കണ്ടോ നിന്റെ ഭാര്യയുടെ സ്വാർത്ഥത കണ്ടോ? അവൾക്ക് നീ വില പിടിച്ചതുപോലെ എനിക്ക് എന്റെ ചന്ദനത്തൈലവും വില പിടിച്ചതാണ്. അതവൾക്കറിയില്ല. എന്റെ കുടുംബം നശിപ്പിച്ചിട്ട് നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. എന്റെ ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്തത്. നിന്റെ ഡ്യൂട്ടി? എനിക്ക് നഷ്ടപ്പെട്ടത് ലക്ഷമല്ല, കോടിയാണ്. 4 കോടി. എനിക്കത് തിരിച്ചെടുക്കാൻ താൻ ചത്തേ പറ്റൂ. അതിന്റെ ഫയലുകൾ ഇനി തന്റെ കയ്യിൽ വരാൻ പാടില്ല. പിടിക്കടാ അവളെ.
സമ്മതിക്കില്ല ജോർജ്. നമ്മുടെ 4 കോടി സർക്കാരിലേക്ക് പിടിച്ചെടുത്ത ഈ സത്യസന്ധന്റെ തലയില് ഒരു ചന്ദനമുട്ടി വെച്ച് കത്തിച്ചാലോ? മോളിൽ നിന്ന് ഓർഡർ വന്നാലും നീ വിട്ടുകൊടുക്കൂല അല്ലേ? ഈ കാടെന്ന് പറയുന്നത് നിന്റെ കുടുംബത്തിന്റെ വകയാണോടാ പട്ടി? ഇയാൾക്ക് എന്തിനാ ഒരു ചന്ദനമുട്ടിയാക്കുന്നത്? ഒരു ലോഡ് തന്നെ ഇറക്കി കത്തിച്ച് കളാച്ചായ. ആഹാ, താൻ കുടുംബത്തോടെ വാരിയല്ലേ? ഇങ്ങോട്ട് മാറടി, ഇങ്ങോട്ട് മാറി കൊണ്ടുപോ. ഞാൻ ആ കാഴ്ച കണ്ടു നിന്നു. നിസ്സഹായനായ ഒരു പുഴുവിനെ പോലെ അവർ ആ പാവ ഉദ്യോഗസ്ഥനെയും ഭാര്യയും ചവിട്ടി മെതിച്ചു. കാറിൽ നിന്ന് ഇറങ്ങി വന്ന ജോർജ് എന്ന ചെറുത്താനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. പൂച്ചക്കണ്ണുള്ള ഉയരം കൂടിയ വലിയ മൃഗത്തെ എനിക്ക് പരിചയമില്ല. ഞാൻ കണ്ടു നിൽക്കേ അവരാ പാവ മനുഷ്യനെ. ജ്വാല അത്രയും ഞാൻ കണ്ടുള്ളൂ. അത് ആ പാവത്തിന്റെ ആത്മാവായിരുന്നിരിക്കാം.